We will now move to the Sunday School report, and for that we welcome our headmaster, Brother Shibu Varghese, to present the annual updates. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഡിസംബർ 2025 സൺഡേ സ്കൂൾ റിപ്പോർട്ട് വായിക്കുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം. പ്രൈസ് ലോർഡ്. ബഹുമാനപ്പെട്ട കർത്തദാസൻ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വയ്ക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ച് പറയാം. സങ്കീർത്തനം 78:4. ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യയന വർഷം കൂടെ ദൈവം നമുക്ക് നൽകി. നടത്തിയ ദൈവത്തെ സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് 2024 സെപ്റ്റംബർ മുതൽ 2025 ഡിസംബർ 20 വരെയുള്ള റിപ്പോർട്ട് സഭാമധ്യേ സമർപ്പിക്കുന്നു. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മേഖലയാണ് ചർച്ചിൻ്റെ സൺഡേ സ്കൂൾ മിനിസ്ട്രി. ഒരു പുതിയ തലമുറയെ അവരുടെ ബാല്യത്തിൽ തന്നെ അവരെ ദൈവവചനം പഠിപ്പിക്കുന്നതിലും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിനും അവരെ പരിശീലിപ്പിക്കേണ്ടതിനും നിത്യതയ്ക്ക് അവകാശികളാക്കി തീർക്കേണ്ടതിനും സൺഡേ സ്കൂൾ വഹിക്കുന്ന പങ്ക് ശ്രദ്ധാർഹമാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ഈ അധ്യയന വർഷം സെപ്റ്റംബർ മാസം പുനരാരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ ഈ വർഷവും ഞായറാഴ്ച രാവിലെ 9:30 AM മുതൽ 10:30 AM സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനായി വേർതിരിച്ചിരിക്കുന്നു. പ്രാരംഭത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിനുശേഷം സൺഡേ സ്കൂൾ കോർഡിനേറ്റർ മുന്നോട്ട് കടന്നു വന്ന് ലീഡ് ചെയ്യുകയും യൂത്തിൽ നിന്ന് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ആത്മീയ പക്വത പ്രാപിക്കുവാനും ഉതകുന്ന പ്രബോധനങ്ങളും ഉപദേശങ്ങളും ഒരു ദൈവത്തിൻ്റെ സ്വഭാവ രൂപീകരണത്തിനും പെരുമാറ്റ രീതികളും മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഉപദേശങ്ങളും ദൈവവചന അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അവരുമായി പങ്കുവയ്ക്കുന്നു. ഇതിനായി സമയം വേർതിരിച്ച് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്ന യൂത്തിലെ എല്ലാ സഹോദരങ്ങൾക്കും സഹോദരങ്ങൾക്കും നന്ദി അറിയിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം സൺഡേ സ്കൂൾ സ്റ്റുഡൻസിൽ നിന്ന് തന്നെ ഒരാളെ കണ്ടെത്തി മുൻകൂട്ടി തിരഞ്ഞെടുത്ത പ്രകാരം ലീഡ് ചെയ്യുകയും സ്റ്റുഡൻസിൽ നിന്ന് തന്നെ ഒരാൾ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുവാനും ദൈവവചനം ആഴമായി പഠിക്കുവാനും അവരെ സഹായിക്കാൻ ഇടയായി. ഇതിനായി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ മാതാപിതാക്കൾ, ടീച്ചേഴ്സിനും പ്രത്യേക നന്ദിയും അഭിനന്ദനവും ഈ സമയത്ത് അറിയിക്കുന്നു. അതിനുശേഷം 10 മുതൽ 10 വരെയുള്ള സമയം വചന പഠനത്തിനായി കുട്ടികൾ അതാത് ക്ലാസ്സിലേക്ക് പോകുന്നു. 1 മുതൽ 10 വരെ ഉള്ള ക്ലാസ്സുകളിൽ അതിൽ നിന്ന് 8ാം ക്ലാസ് ഒഴികെ 49 കുട്ടികൾ ഈ അധ്യയന വർഷത്തിൽ ക്രമീകരിക്കുവാൻ ദൈവം സഹായിച്ചു. ഈ വർഷം കിൻഡർ ഗാർഡൻ്റെ സ്റ്റുഡൻസിന് ദൈവപഠനം ഡിജിറ്റലൈസ് ചെയ്യുവാൻ, വീഡിയോ കാണിച്ച് പഠിപ്പിക്കുവാനും അത് കുട്ടികൾക്ക് കൂടുതൽ ആകർഷിപ്പാനും ക്ലാസ്സുകൾ വളരെ താല്പര്യത്തോടു കൂടി ഇരിക്കുവാനും സഹായിച്ചു. കൂടാതെ ജനുവരി 10-ാം തീയതി കൂടിയ ടീച്ചേഴ്സ് മീറ്റിങ്ങിന് ഫുൾ അറ്റൻഡൻസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് സമ്മാനം നൽകുവാനും തീരുമാനിച്ചു. അത് കുട്ടികൾക്ക് കൂടുതൽ ഉത്സാഹത്തോടെ സമയത്തിനും എല്ലാ ഞായറാഴ്ചകളിലും അറ്റൻഡ് ചെയ്യുവാൻ സഹായിച്ചു. കൂടാതെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനായി പ്രത്യേകം ബൈബിൾ ക്ലാസ് നടത്തുവാൻ, അതിനായി അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ക്ലാസ്സുകൾ എടുക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്ന ബ്രദർ ജെഫ്രിക്കും പ്രത്യേക നന്ദിയും അഭിനന്ദനവും ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. ദൈവകൃപയാൽ ഈ വർഷം ജാനുവരി 5-ാം തീയതി പുതിയ സെക്ഷൻ തുടങ്ങി ഓഗസ്റ്റ് 10-ന് ഫൈനൽ എക്സാം നടത്തുവാനും ദൈവകൃപയാൽ അവസരം നൽകി. ഒരു മാസത്തെ അവധിക്ക് ശേഷം സെപ്റ്റംബർ 7-ാം തീയതി പുതിയ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുവാനും ദൈവം ഇടയാക്കി. UKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള അധ്യയന വർഷത്തിൽ 49 സ്റ്റുഡൻസ് ഈ വർഷവും ഉണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും സിലബസ് അനുസരിച്ച് കോഴ്സ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഏജ് അപ്രോപ്രിയേറ്റ് ലെവലിലുള്ള കോഴ്സ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് പ്രിൻ്റഡ് കോപ്പിയായി അത് ഓരോ സ്റ്റുഡൻസിൻ്റെയും കയ്യിൽ എത്തുന്നതിൻ്റെ പിന്നിൽ വളരെ പ്രയത്നം ആവശ്യമാണ്. അതിനായി സമയം കണ്ടെത്തി ബുക്ക് ഡിസൈൻ ചെയ്യുവാനും ലഭിക്കുവാനും മുൻകൈയെടുത്ത ദേവദാസനും സഹായിച്ച മറ്റ് സഹോദരങ്ങൾക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശരിയായ രീതിയിൽ തിരുവചനം ലഭിക്കേണ്ടതിന് അർപ്പണ മനോഭാവത്തോടു കൂടി അവരുടെ സമയം കഴിവുകളും നൽകി കുട്ടികളെ സഹായിക്കുന്നു. അധ്യാപകർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് ലഭിക്കുന്നതിനായ വചനം നല്ല നിലത്ത് വീണ വിത്ത് പോലെ അവരുടെ ഹൃദയങ്ങളിൽ പതിയുവാനും തക്കകാലത്ത് ഫലം കായ്പാനും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ജെസി, സിസ്റ്റർ മേഘ, സിസ്റ്റർ ബ്ലസി, സിസ്റ്റർ ജെനിഫർ, സിസ്റ്റർ ജസ്ലിൻ, സിസ്റ്റർ റിൻസി, സിസ്റ്റർ ബിൻസി, സിസ്റ്റർ ആലീസ്, സിസ്റ്റർ നിസ, സിസ്റ്റർ സ്നേഹ, സിസ്റ്റർ സേറ, സിസ്റ്റർ പെനി, സിസ്റ്റർ ജിൻസി ബിബിൻ എന്നിവരെയും ബ്രദർ ജെഫ്രി, ബ്രദർ ജസ്റ്റിൻ, ബ്രദർ ജോഷുവ എന്നിവർ ക്ലാസ് എടുക്കുവാൻ നമ്മെ സഹായിച്ചു.
ക്ലാസ് ടീച്ചർ ഇല്ലാത്ത അവസരത്തിൽ ക്ലാസ് എടുക്കുവാൻ സഹായിച്ചവരെയും പ്രത്യേകം നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രതിഫലം കൂടാതെയുള്ള പ്രവർത്തനങ്ങൾക്ക് സർവ്വകൃപാലുവായ ദൈവം പ്രതിഫലം നൽകി മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം നാം വായിക്കുന്നു, മക്കൾ യഹോവ നൽകുന്ന അവകാശവും അവൻ നൽകുന്ന പ്രതിഫലവും ആകുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ച തലമുറകളെ ദൈവഭയത്തിലും പത്യോപദേശത്തിലും വളർത്തുവാൻ ദൈവസഭ വഹിക്കുന്ന പങ്ക് മറക്കാവുന്നതല്ല. കുട്ടികളെ ഉത്സാഹിപ്പിക്കുവാനും മനപ്പാഠവാക്യങ്ങൾ പഠിപ്പിക്കുവാനും തക്ക സമയത്ത് സൺഡേ സ്കൂളിൽ എത്തിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളെയും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും വൈകിട്ട് 7 മുതൽ 7:30 വരെയുള്ള സമയങ്ങളിൽ ജേണി മിനിസ്ട്രി എന്ന സൂം മീറ്റിംഗ് പ്ലാറ്റ്ഫോം വഴി ദൈവവചന പഠനത്തിന് മാറ്റിവെക്കുന്നു. നമ്മുടെ സഭയുടെ നെടുന്തൂണായ യൂത്ത് ടീം നടത്തുന്ന ഈ കൂട്ടായ പ്രവർത്തനം പ്രശംസ അർഹിക്കുന്നു. ക്രിസ്തുയേശു കാണിച്ച പാത പിൻപറ്റി ദൈവഹിതപ്രകാരം വളരുവാൻ അഭ്യസിക്കേണ്ടതിന് കുടുംബത്തിൻ്റെയും സഭയുടെയും സമൂഹത്തിൻ്റെയും ആവശ്യമാണ്. പാസ്റ്റർ സാംവർഗീസ് അവറുകൾ, അതുപോലെ കമ്മിറ്റി മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, പേരൻസ്, KPA യൂത്ത്, സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ സൺഡേ സ്കൂൾ ക്ലാസിൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് തക്ക സമയത്ത് കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ക്രമീകരിക്കുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന കോർഡിനേറ്റർ സിസ്റ്റർ പിനീനയ്ക്കും ഓടുള്ള നന്ദിയും അറിയിക്കുന്ന ഈ അവസരം ഉപയോഗിക്കുന്നു. കഴിഞ്ഞ 1 വർഷം കൂടി നമ്മെ നടത്തിയ ദൈവത്തിന് സർവ്വമഹത്വവും പുകഴ്ചയും നൽകിക്കൊണ്ട് ഈ റിപ്പോർട്ട് സഭയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. കൊലോസ്യർ 3:17 സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടു കൂടി നിങ്ങളിൽ വസിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.